നമസ്കാരം. നമ്മൾ മഹാഭാരത കഥയിലൂടെ സഞ്ചരിക്കുമ്പോൾ അഭിമന്യുവിനെ കുറിച്ച് പറഞ്ഞു പോകാതെ പോകുന്നത് ഒരിക്കലും ഭൂഷണമല്ല. കാരണം യുദ്ധമുഖത്ത്, കുരുക്ഷേത്ര യുദ്ധമുഖത്ത് ഇത്രയേറെ ക്ഷാത്രഗുണം പ്രകടിപ്പിച്ച മറ്റൊരു യോദ്ധാവ് ഉണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. അഭിമന്യുവിന്റെ യുദ്ധവീര്യ ചരിത്രത്തിലൂടെ നമുക്കൊന്ന് സഞ്ചരിച്ചു നോക്കാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്തു പോകാതെ കാണാം, കേൾക്കാം. ശ്രീകൃഷ്ണന്റെ സഹോദരിയായ സുഭദ്രയിൽ അർജുനന് പിറന്ന പുത്രനാണ് അഭിമന്യുകുമാരൻ. വളരെ തേജസ്വിയായിരുന്ന കുമാരനെ അർജുനൻ തന്നെയാണ് തനിക്കറിയാവുന്ന ആയുധവിദ്യകളൊക്കെ പരിശീലിപ്പിച്ച് അസ്ത്രവിദ്യയിൽ ഇത്രയേറെ നിപുണനായിട്ടുള്ളൊരു യോദ്ധാവാക്കി തീർത്തത്. കുരുക്ഷേത്ര യുദ്ധം തുടങ്ങി 13-ാം ദിവസം ഇന്ന് പാണ്ഡവ വീരന്മാരിൽ ഒരാളെ താൻ കൊല്ലുമെന്നുറച്ച് ദ്രോണാചാര്യർ സേനയെ ചക്രവ്യൂഹം ചമച്ച് അണിനിരത്തി. പടത്തലവനായിട്ടുള്ള ജയദ്രഥനും അശ്വത്ഥാമാവും ഉൾപ്പെടെ വിശാരദന്മാരായിട്ടുള്ള മികച്ച യോദ്ധാക്കൾ ചക്രവ്യൂഹത്തിന്റെ തലക്കൽ തന്നെ അണിനിരന്നു. അതിസമർത്ഥന്മാരായ യോദ്ധാക്കൾക്ക് പോലും ഭേദിച്ച് കടക്കാൻ വളരെയേറെ പ്രയാസമുള്ളതാണ് ചക്രവ്യൂഹം. അർജുനനെ പോലുള്ള വീരന്മാർക്ക് മാത്രമേ അതിനുള്ള കഴിവുള്ളൂ. ഇതറിയാവുന്ന ദ്രോണാചാര്യർ മുൻകൂട്ടി നിശ്ചയിച്ചത് പ്രകാരം ചക്രവ്യൂഹത്തിൽ നിന്ന് ഒരുപാട് ദൂരെ മാറി പടനിലത്തിന്റെ തെക്കേ അറ്റത്ത് നിന്നും സംശപ്തകരെ കൊണ്ടിട്ട് അർജുനനെ വെല്ലുവിളിച്ചു. ഈ ഗത്യന്തരമില്ലാതെ, നിരന്തരമായിട്ടുള്ള വെല്ലുവിളി കേട്ടിട്ട് ഗത്യന്തരമില്ലാതെ അർജുനൻ ചക്രവ്യൂഹത്തില് കയറാനായിട്ട്, ചക്രവ്യൂഹത്തിനെ വ്യൂഹം ഭേദിച്ച് കയറാനായിട്ട് തയ്യാറെടുത്ത് നിൽക്കുന്ന പാണ്ഡവസേനയെ വിട്ടിട്ട് സംശപ്തകരോട് ഏറ്റുമുട്ടാനായിട്ട് പോയി. ആ ദ്രോണാചാര്യരുടെ ഉദ്ദേശവും അർജുനനെ ആ രംഗത്തു നിന്നും മാറ്റുക എന്നുള്ളത് തന്നെയായിരുന്നു. അതിൽ അദ്ദേഹം വിജയിക്കുക തന്നെ ചെയ്തു. പാണ്ഡവസേനയിലെ യുദ്ധനിപുണരായിട്ടുള്ള ദ്രുപദനും വിരാടനും ഘടോൽക്കജനും ശിഖണ്ഡിയും തുടങ്ങി മികച്ച യോദ്ധാക്കൾ കിണഞ്ഞു പരിശ്രമിച്ചിട്ടും ചക്രവ്യൂഹം ഭേദിച്ച് അകത്ത് കടക്കാനായിട്ടില്ല. പേമാരി കണക്ക് പാഞ്ഞു വരുന്ന ദ്രോണരുടെ ശരങ്ങളേറ്റ് അവർ അവശരായി. ദ്രോണരുടെ ഈ മുന്നേറ്റം കണ്ടിട്ട് യുധിഷ്ഠിരൻ ആകെ പരിഭ്രാന്തനായി. അദ്ദേഹം അർജുനപുത്രനായിട്ടുള്ള അഭിമന്യുവിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഉണ്ണി, നമ്മുടെ ഈ സങ്കടാവസ്ഥയിൽ എന്തെങ്കിലും പ്രവർത്തിക്കാൻ നിന്നെ കൊണ്ട് മാത്രമേ സാധിക്കൂ. അർജുനൻ സംശപ്തകരെ തോൽപ്പിച്ച് തിരികെ എത്താനായിട്ട് ഇനിയും സമയമേറെ എടുക്കും. നീ ഈ വ്യൂഹം ഭേദിച്ച് നമുക്ക് മാർഗം ഉണ്ടാക്കി തരിക. ഇത് കേട്ട അഭിമന്യു പറഞ്ഞു, മഹാരാജാവേ, എന്റെ കുലത്തിന്റെ നന്മയ്ക്കായി, പിതാക്കന്മാരുടെ വിജയത്തിനായി ഈ അത്യുഗ്ര ചക്രവ്യൂഹം ഞാൻ പൊരുതി തകർക്കാം. പക്ഷെ ഈ വ്യൂഹം തകർത്ത് ഉള്ളിൽ കയറാനുള്ള വിദ്യ മാത്രമേ ഞാൻ പഠിച്ചിട്ടുള്ളൂ. വ്യൂഹത്തിനകത്ത് കടന്ന് എനിക്ക് എന്തെങ്കിലും ആപത്ത് പിണയുന്ന പക്ഷം തിരിച്ചിറങ്ങാനുള്ള വിദ്യ എനിക്കറിയില്ല. ഇത് കേട്ട ഭീമസേനൻ അഭിമന്യുവിന് ധൈര്യം പകർന്നു. ഉണ്ണി, നിന്റെ ഒപ്പം തന്നെ ഞാനും ഉണ്ടാവും. നമ്മോടൊപ്പം ദൃഷ്ടിദ്യുമ്നനും പാഞ്ചാലരും അടക്കം എല്ലാ വീരന്മാരും ഒപ്പം നിന്ന് പൊരുതും. നീ വ്യൂഹം തകർക്കുന്ന ഓരോ സ്ഥാനത്തും നമ്മുടെ വീരയോദ്ധാക്കൾ ഒപ്പം പൊരുതി അകത്ത് കയറിക്കോളും. തുടർന്നങ്ങോട്ട് കുരുക്ഷേത്രം കണ്ടത് അതുല്യ പരാക്രമശാലിയായിട്ടുള്ള അഭിമന്യുവിന്റെ പ്രകടനമാണ്. അസാമാന്യമായിട്ടുള്ള വേഗതയിലുള്ള ആക്രമണശൈലി കൊണ്ട് ദ്രോണന്റെ സൈന്യത്തെ തകർത്തെറിഞ്ഞുകൊണ്ട് ചക്രവ്യൂഹം അഭിമന്യു പിളർന്നു. വ്യൂഹത്തിനകത്ത് കിടന്ന അഭിമന്യുവിനെ ക്ഷണനേരം കൊണ്ട് കൗരവർ വളഞ്ഞു. തുടർന്ന് നടന്ന അതിഭയങ്കരമായിട്ടുള്ള പോരില് കർണനും ദുര്യോധനനും ശല്യരും അടങ്ങുന്ന കൗരവ വീരന്മാരെ പരിക്കേൽപ്പിച്ചുകൊണ്ട് അഭിമന്യു ആക്രമിച്ചു മുന്നേറി. ചിതറിയോടിയ പടയാളികളെ നിയന്ത്രിക്കാൻ സേനാനായകനായിട്ടുള്ള ദ്രോണർ നന്നേ പാടുപെട്ടു. അഭിമന്യുവിനോട് ഏറ്റ കർണന്റെ പടച്ചട്ട ഒറ്റ അസ്ത്രം കൊണ്ട് അഭിമന്യു പൊട്ടിച്ചെറിഞ്ഞു കളഞ്ഞു. ജ്യേഷ്ഠനെ സഹായിക്കാൻ വന്ന കർണന്റെ അനുജനെ ഒറ്റ അസ്ത്രം കൊണ്ട് തന്നെ അഭിമന്യു കൊന്നുതള്ളി. ആ കാഴ്ച കണ്ട കർണൻ പിന്തിരിഞ്ഞോടുക തന്നെ ചെയ്തു. ഈ സമയം ചക്രവ്യൂഹത്തിനകത്ത് അസാമാന്യ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന അഭിമന്യുവിനോടൊപ്പം എത്താനായിട്ട് പാണ്ഡവസേന കിണഞ്ഞു പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ഭേദിക്കാനാവാത്ത കോട്ട കണക്ക് പ്രതിരോധം തീർത്ത ജയദ്രഥൻ ഈ പാണ്ഡവ സൈന്യത്തിന്റെ ശ്രമങ്ങളെ തീർത്തും നിഷ്ഫലമാക്കി എന്ന് തന്നെ വേണം പറയാൻ. ദുര്യോധനപുത്രനായ ലക്ഷ്മണനെ ഉൾപ്പെടെ കൊന്നുതള്ളി മുന്നേറുന്ന അഭിമന്യുവിന്റെ പരാക്രമം കണ്ടിട്ട് കർണൻ ദ്രോണാചാര്യരോട് ചോദിച്ചു, ആചാര്യ, ഈ അമിത വിക്രമിയായിട്ടുള്ള അഭിമന്യുവിനെ കൊല്ലാൻ എന്താണ് ഒരു വഴി? അവന്റെ കൂരമ്പുകൾ ഏറ്റിട്ട് ഉള്ള വേദന താങ്ങാവുന്നതല്ല. ഇത് കേട്ടിട്ട് ദ്രോണാചാര്യൻ ഇങ്ങനെ മറുപടി പറഞ്ഞു, അർജുനനെ കവചം തുളയ്ക്കും വിധം അസ്ത്രം ചെയ്യാനായിട്ട് അഭ്യസിപ്പിച്ചത് ഞാനാണ്. ഈ ബുദ്ധിമാനായിട്ടുള്ള കുമാരൻ അച്ഛനിൽ നിന്ന് ആ വിദ്യ നന്നായിട്ട് പരിശീലിച്ചിട്ടുണ്ട്. കവചധാരണം പഠിച്ച കുമാരനെ അസ്ത്രമെയ്ത് മുറിവേൽപ്പിക്കാൻ വളരെ പ്രയാസമാണ്. ഇനി ആകെ ഒരു വഴിയേ ഉള്ളൂ. പിന്നിൽ നിന്ന് അസ്ത്രമയച്ച് അവന്റെ വില്ലു മുറിക്കുക, സൂതനെയും കുതിരകളെയും പിന്നിൽ നിന്ന് അമ്പായിച്ച് കൊല്ലുക. ഈ ഒരു മാർഗം മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. അങ്ങനെ ദ്രോണാചാര്യരുടെ നിർദ്ദേശമനുസരിച്ച് പിന്നിൽ നിന്ന് അസ്ത്രമയച്ച്
കർണൻ അഭിമന്യുവിന്റെ വില്ലു മുറിച്ചു. കൃപരും കൃതവർമാവും ചേർന്ന് സൂതനെയും കുതിരകളെയും പാർശ്വവർത്തികളായിട്ട് നിന്നിരുന്ന രണ്ടുപേരെയും കൊന്നുതള്ളി. അതും പിന്നിൽ നിന്ന് അസ്ത്രം അയച്ചത് തന്നെ. അഭിമന്യുവിനെ അമർച്ച ചെയ്യാനായിട്ട് അധർമ്മം തന്നെ വേണമെന്ന് അങ്ങനെ കൗരവർ തീരുമാനിച്ചു. വില്ല് നഷ്ടപ്പെട്ട അഭിമന്യു തേരിൽ നിന്നും വാളും പരിചയവുമായിട്ട് ചാടിയിറങ്ങി. ദ്രോണനും കർണനും കൂടി കൂരമ്പുകളാൽ അഭിമന്യുവിന്റെ വാളും പരിചയും നുറുക്കിയെറിഞ്ഞു. ഉടൻ തന്നെ വർദ്ധിച്ച കോപത്തോടെ തന്റെ തേർച്ചക്രം ഉയർത്തി ചുഴറ്റിക്കൊണ്ട് ദ്രോണരുടെ നേരെ അഭിമന്യു പാഞ്ഞെടുത്തു. കൗരവർ എല്ലാവരും ചേർന്ന് ആ തേർച്ചക്രവും തകർത്തെറിഞ്ഞു. രോഷാകലനായിട്ടുള്ള അഭിമന്യുകുമാരൻ ഗദയുമായിട്ട് സംഹാര താണ്ഡവമാടി. അശ്വത്ഥാമാവിന്റെ സൂതനെയും കുതിരകളെയും ഒക്കെ തച്ചു വന്നുകൊണ്ട് മുന്നേറി. തന്റെ തേര് തകർത്ത് മുന്നേറുന്ന അഭിമന്യുവിനോട് ദുശാസനപുത്രൻ ഗദയുമായിട്ട് ഏറ്റുമുട്ടി. പരസ്പരം ഉള്ള ഉഗ്രപ്രഹരത്താല് ഇരുവരും ബോധമറ്റു കുഴഞ്ഞു വീണു. നിർഭാഗ്യമെന്ന് പറയട്ടെ, ആദ്യം ഉണർന്നെണീറ്റ ദുശാസനപുത്രൻ ഉണർന്നെണീക്കാൻ ആയുന്ന അഭിമന്യുവിന്റെ ശിരസ് ഗദ കൊണ്ട് ആഞ്ഞടിച്ചു പിളർന്നു. അങ്ങനെ കുരുക്ഷേത്രം കണ്ട ഏറ്റവും മികച്ച യോദ്ധാവിനെ തച്ചു കൊല്ലുകയാണ് ഉണ്ടായത് കൗരവര്. അഭിമന്യു മരിച്ചു എന്നുള്ള വാർത്ത പാണ്ഡവ സൈന്യത്തിൽ ഇടിത്തി പോലെ പരന്നു. ചിതറിയോടിയ സൈന്യത്തെ നിയന്ത്രിക്കാനായിട്ട് യുധിഷ്ഠിരൻ നന്നേ പാടുപെട്ടു. ഉള്ളുലഞ്ഞ് മനം മടുത്ത് പാണ്ഡവ സൈന്യം ശിബിരങ്ങളിലേക്ക് മടങ്ങി. അപ്പോ മഹാഭാരത കഥനത്തിന്റെ ഈ ഒരു ഏട് നമുക്കിവിടെ നിർത്താം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒരു കമന്റിന്റെ രൂപത്തിൽ ഇങ്ങോട്ട് പോന്നോട്ടെ. ഈ കഥനം നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. ഒപ്പം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിച്ചോളുക. പുതിയൊരു ഏടുമായിട്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുമെന്നുള്ള ശുഭപ്രതീക്ഷയോടെ നമസ്കാരം.